സാഹിത്യരചനകളെല്ലാം തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്താൻ സഹായിക്കുമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച മുകുളം സാഹിത്യ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി നടപ്പിലാക്കുന്ന സാഹിത്യാസ്വാദന പരിപാടിയാണ് മുകുളം ശില്പശാല. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാലയാണ് എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തത്. പാഠപുസ്തകങ്ങളിൽ നിന്നും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള അറിവുകൾ ഉപയോഗിച്ച് ജീവിത വിജയം നേടാം. എന്നാൽ നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ കഥകളും കവിതകളും നോവലുകളുമാണ് സഹായകമാവുകയെന്ന് അംബികാസുധൻ പറഞ്ഞു. സാഹിത്യരചനകളെല്ലാം തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാഠപുസ്തകങ്ങളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും നമുക്ക് അറിവ് തരും. അറിവ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ജീവിത വിജയങ്ങൾ നേടും. അത് ആവശ്യവുമാണ്, അല്ലേ? പരീക്ഷ പാസ്സാവാനും ജോലി കിട്ടാനും ഒക്കെ നമുക്ക് ധാരാളം അറിവുകൾ ആവശ്യമാണ്, വിജ്ഞാനം ആവശ്യമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ജോലിയൊക്കെ നേടിയിട്ട് നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തുന്നു, ഒക്കെ ശരി. പക്ഷേ നല്ലൊരു മനുഷ്യനാവണ്ടേ, വേണ്ടേ? നിങ്ങൾ നടന്നു പോകുമ്പോൾ അത് അയാൾ കൈക്കൂലി പണ്ടാരമാണ്, അയാൾ അല്ലെങ്കിൽ അവള് കൈക്കൂലി പണ്ടാരമാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം ചെയ്യാത്ത ആളാണ്, വീട്ടുകാരെ പോലും നോക്കാത്ത ആളാണ് എന്നൊക്കെ ആളുകൾ പറയാൻ ഇടവരുന്നത് നല്ലതാണ്, അല്ലേ? നിങ്ങൾ അതാ നല്ലൊരു കുട്ടിയാണ് പോകുന്നത് കേട്ടോ, അമ്മോട് എത്ര നല്ല കുട്ടിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ലേ? അങ്ങനെ ജീവിക്കാനും നല്ല മനുഷ്യനാവാനും നമുക്ക് കവിതകളും കഥകളും നോവലുകളും ഒക്കെ നമ്മെ സഹായിക്കും. മനുഷ്യജീവിതത്തെക്കുറിച്ച് എഴുതിയ മതഗ്രന്ഥങ്ങളായ സാഹിത്യകൃതികളൊക്കെ തന്നെയും വിലപ്പെട്ടതാണെന്നും അംബികാസുധൻ അഭിപ്രായപ്പെട്ടു. മനുഷ്യജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗംഭീരമായ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ കുറെ കാലം മുമ്പ് വരെ കരമസോ ബ്രദേഴ്സ് എന്ന് പറയുമായിരുന്നു. മഹാഭാരതം വായിച്ചതിന് ശേഷം ഞാൻ മഹാഭാരതം തന്നെ പറയുള്ളൂ. പരിപാടിയിൽ PTA പ്രസിഡന്റ് TV നാരായണൻ അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും ലൈബ്രറി കൗൺസിൽ ഹോസ്തൃക താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ G അംബുജാക്ഷൻ മാസ്റ്റർ ശില്പശാല നയിച്ചു. SMC ചെയർമാൻ വേണു വരവത്ത്, സീനിയർ അധ്യാപിക P പ്രഭാവതി, സ്റ്റാഫ് സെക്രട്ടറി T മധുസൂദനൻ, ബിജി മനോജ്, K സുനിമോൾ, K നീത, അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടി റേഡിയോ വഴി അവതരിപ്പിച്ച വായനയുടെ താക്കോൽ എന്ന പരിപാടിയുടെ ഭാഗമായുള്ള വായനാക്കുറിപ്പിന്റെ പ്രകാശനം അംബികാസുധൻ മാഷും കറന്റ് അഫയേഴ്സ് ക്വിസ് പതിപ്പിന്റെ പ്രകാശനം G അംബുജാക്ഷൻ മാസ്റ്ററും നിർവഹിച്ചു. വിദ്യാർത്ഥികളായ ദേവനന്ദ, ഗോവർദ്ധൻ, സ്കൂൾ ചിത്രകലാധ്യാപകൻ ധ്രുവരാജ് എന്നിവർ വരച്ച ചിത്രങ്ങൾ ചടങ്ങിൽ കൈമാറി. പ്രധാനാധ്യാപിക MS ശുഭലക്ഷ്മി സ്വാഗതവും KP വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.